പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വിശുദ്ധ ബ്ലെയ്സിൻ്റെ തിരുനാളാണ്. സാൻ ബിയാജോ എന്ന് കൂടി അറിയപ്പെടും. അത് നമ്മുടെ തൊണ്ടയുടെ വിശുദ്ധനായിട്ടാണ് അറിയപ്പെടുന്നത്. മെത്രാനായിരുന്ന വിശുദ്ധൻ നമ്മുടെ തൊണ്ടയുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ അഴിക്കുന്നത് ഈ വിശുദ്ധനാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തൊണ്ടവേദന, കഫക്കെട്ട്, കുത്തിയുള്ള ചുമ, ഇതൊരു പൈശാചിക പീഡ പോലെ പലർക്ക് വിട്ടുമാറുന്നില്ല. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഒരുപാട് മക്കൾ അനുഭവിക്കുന്ന വലിയൊരു പീഡയാണ് ഈ ഒരു പൈശാചിക പീഡയാണ് കുത്തിയുള്ള ചുമയും കഫക്കെട്ടും അസ്വസ്ഥതകളുമെല്ലാം. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവയെല്ലാം വിട്ടുമാറട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഞാൻ സമർപ്പിക്കുക. ഇന്നൊരു അത്ഭുത ദിവസമാണ്. ഇന്ന് ഈ ദേവാലയത്തിൽ ഈശോയുടെ നാമത്തിൽ വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ അച്ഛൻ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ നടത്തുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവർക്കും വേണ്ടി ഇന്ന് വൈകുന്നേരം ഈ പള്ളിയിൽ പ്രാർത്ഥിക്കും. ഇന്ന് കർത്താവ് നിങ്ങളെ തൊടും. ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ താഴെ എഴുതിയിടുന്ന നിയോഗങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നിങ്ങൾ എഴുതി അയക്കുന്ന നിയോഗങ്ങളെല്ലാം അച്ഛൻ ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥിക്കും. ഇന്ന് 8 മണി വരെ, രാത്രി വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ അച്ഛൻ്റെ ശുശ്രൂഷയാണ്. 8 മണിക്ക് വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് വിശുദ്ധ അന്തോനീസിനോടുള്ള അത്ഭുത പ്രാർത്ഥനയാണ്. മക്കളെ, നിങ്ങളെല്ലാവരെയും സമർപ്പിക്കും. നിങ്ങളുടെ കടബാധ്യത, പ്രത്യേകിച്ച് ഒരു മകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ എനിക്ക് 3 കോടി രൂപയുടെ കടമുണ്ട്. എൻ്റെ ഈ ഒരു വീട് വിൽപ്പന നടക്കണം എങ്കിൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതേപോലെ എത്രയോ പേരുടെ കച്ചവടങ്ങൾ ഇങ്ങനെ മുടങ്ങിക്കിടന്നിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ബന്ധിക്കപ്പെട്ടിരിക്കുക. കടങ്ങൾ കയറിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിക്കപ്പെടുന്നു. സാമ്പത്തികമായ വല്ലാത്ത പീഡ, ഒരിക്കൽ പോലും സ്വസ്ഥത കിട്ടാതെ വിഷമിക്കുന്നവർ, ദാരിദ്ര്യം മാറുന്നില്ല, കടങ്ങൾ മാറുന്നില്ല, അസ്വസ്ഥതകൾ മാറുന്നില്ല, ബന്ധനങ്ങൾ മാറുന്നില്ല, ജോലി തടസ്സങ്ങൾ നേരിടുന്നു, മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത മക്കളുടെ കാര്യങ്ങളൊന്നും ക്രമപ്പെടുത്താൻ പറ്റാതിരിക്കുന്നവർ, ആ മേഖലകളിലെല്ലാം ഇന്ന് ഈശോയെ ഇടപെട്ട് സഹായിക്കുന്ന ദിവസമാണ്. സാത്താനെയും അവൻ്റെ സകല ശക്തികളെയും നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ നിന്ന് ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുക. തിന്മയുടെ അരൂപികൾ ഇനി അതിൽ തൊടാൻ പാടില്ല. കടങ്ങളും എല്ലാം വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, ശരീര തളർച്ച, പ്രഷർ, ഷുഗർ, വീട്ടിൽ നിന്ന് രോഗങ്ങൾ വിട്ടുമാറുന്നില്ല, ബന്ധനങ്ങൾ വിട്ടുമാറുന്നില്ല, ആകുലതകൾ വിട്ടുമാറുന്നില്ല, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, ഒരാളുടെ രോഗം മാറുമ്പോൾ വേറൊരാൾക്ക് രോഗം വരുന്ന അവസ്ഥകൾ, ഈ ബാധകളെല്ലാം ഇന്ന് വിട്ടുമാറണം. യേശുവേ, നിൻ്റെ വലിയൊരു അഭിഷേകം കടന്നു വരണം. എല്ലാ മക്കളുടെ മേൽ തല മുതൽ പാദം വരെ ഇന്ന് വലിയൊരു അനോയിൻറ്റിങ് ഉണ്ടാകട്ടെ. രോഗങ്ങൾ മാറട്ടെ, കലഹങ്ങൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, വിസയുടെ തടസ്സങ്ങൾ മാറട്ടെ, കല്യാണ തടസ്സങ്ങൾ മാറട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ മാറട്ടെ, ഐശ്വര്യം കേട് വിട്ടുമാറട്ടെ. ഒരു ഐശ്വര്യമില്ലാത്ത അവസ്ഥ, മനസ്സിനും ശരീരത്തിനും സമ്പത്തിനും വീടിനും കുടുംബത്തിനൊന്നും ഐശ്വര്യമില്ല. കർത്താവ്, നീ ഇറങ്ങി വന്നാൽ ഞങ്ങൾക്ക് ഐശ്വര്യം കിട്ടും, ഞങ്ങൾക്ക് സമ്പത്ത് കിട്ടും. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പാടുപീഡകളെല്ലാം ഇന്ന് തീരട്ടെ കർത്താവേ. തകർച്ചകൾ ഇന്ന് മാറട്ടെ കർത്താവേ. ബന്ധനങ്ങൾ ഇന്ന് വിട്ടുമാറട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 27, 28, 29 തിരുവചനമാണ്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു, രക്തസ്രാവക്കാരി. ജനക്കൂട്ടത്തിലൂടെ അവൾ അവൻ്റെ വസ്ത്രത്തിൽ ചെന്ന് സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചു.
തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തി ആയിരിക്കുന്നു എന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ, ഇന്ന് ഞങ്ങൾ നിന്നിൽ നിന്ന് ശക്തി ഞങ്ങളിൽ വന്ന് നിറയാൻ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. Nel nome del Padre, del Figlio e dello Spirito Santo. Amen. Oh Signore Gesù, Gesù mio, nostro Salvatore, Signore mio e Dio mio, mio Dio, mio tutto, che no, con il sacrificio della croce ci hai redenti e hai sconfitto il potere di Satana. Ti prego di liberare questo popolo da ogni presenza malefica, da ogni influenza del maligno. Te lo chiedo nel tuo nome Gesù, te lo chiedo per le tue piaghe, te lo chiedo per la tua sangue, te lo chiedo per la tua croce, te lo chiedo per la intercessione di Maria Immacolata e addolorata, il sangue, l'acqua che scaturiscono dal tuo cuore, scendendo su di questo popolo per purificare, per liberare, per guarire. Nel nome di Gesù guarisci questo popolo, nel nome di Gesù libera questo popolo. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, കർത്താവെ ആരാധന. എല്ലാവിധ ബാധകളും ഭൂതങ്ങളും ദുർഭൂതങ്ങളും അസ്വസ്ഥതകളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.